അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പുലർത്തി ജീവിക്കണമേ എന്ന് സ്വയം ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാനിന്റെ പകുതി പിന്നിടുന്ന നമ്മൾ റമദാനിന്റെ പിറകോട്ട് തിരിഞ്ഞു നോക്കുകയും കൂടുതൽ അടുത്ത ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുകയും ചെയ്യേണ്ടുന്ന നമുക്ക് വേണ്ടി തുറന്നുവെച്ച ബാബുർ റയ്യാൻ, അതിലൂടെ സ്വർഗപ്രവേശം ലഭിക്കാനുള്ള അർഹത നേടുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ബാബുർ റയ്യാനിലൂടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായി നാം അറിഞ്ഞിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ്. 14-ാമത്തെ ഇന്നത്തെ ദർസ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത് ആരാണ്, അതിന് കൂടുതൽ അർഹതപ്പെട്ടത് ആരാണ് എന്ന ഒരു വിഷയമാണ്. നമുക്കൊക്കെ അറിയാവുന്നതാണ്, മയ്യത്ത് കുളിപ്പിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത് മയ്യത്തിനോട് ഏറ്റവും അവകാശപ്പെട്ടവർ തന്നെയാണ്. എന്റെ മയ്യത്ത് ഇന്ന ആൾ കുളിപ്പിക്കണം എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തോട് ഏറ്റവും ബന്ധമുണ്ടായതുകൊണ്ടും അദ്ദേഹമാണ് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ ഏറ്റവും അർഹതയുള്ളത് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടുമായിരിക്കും. അതുകൊണ്ട് വസിയ്യത്ത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ മയ്യത്ത് ഇന്നയാളായിരിക്കണം കുളിപ്പിക്കേണ്ടത് എന്ന വസിയ്യത്തുണ്ടെങ്കിൽ അദ്ദേഹമാണ് ഏറ്റവും അർഹനായിട്ടുള്ളത് എന്ന് എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ച ഒരു അഭിപ്രായമാണ്. പലപ്പോഴും വസിയ്യത്ത് ചെയ്യുന്നത് ഒന്നുകിൽ അദ്ദേഹം കൂടുതൽ അറിവുള്ള ആളാണ് എന്നതുകൊണ്ടായിരിക്കാം, രണ്ടാമത് ഞാനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണ് എന്നതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ എന്റെ ന്യൂനതകളും കുറവുകളും എന്റെ ശരീരത്തിലുള്ളത് ഇത്രയും കാലം ഞാൻ ആരും കാണാതെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചു കൊണ്ടു നടന്നു, അത് സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും കഴിയുന്ന ഒരാളാണ് എന്നെ കുളിപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ എന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കാം. എന്തു തന്നെയായാലും വസിയ്യത്ത് ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ അവരാണ് കുളിപ്പിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടിട്ടുള്ളത്. രണ്ടാമതായിട്ട്, ഒരാണാണ് മരണപ്പെട്ടിട്ടുള്ളത് എങ്കിൽ ആ ആണിന്റെ അയാളുടെ പിതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹമാണ് കുളിപ്പിക്കാൻ ഏറ്റവും അർഹതയുള്ളത്. അതേപോലെ തന്നെ പിതാവിന്റെ പിതാവ്, വല്യുപ്പ, ഇദ്ദേഹമാണ് കുളിപ്പിക്കാൻ കൂടുതൽ പിതാവിനെ കഴിഞ്ഞാൽ ഏറ്റവും അർഹതയുള്ളത്. കാരണം ഒരു മനുഷ്യനോട് ഏറ്റവും കൂടുതൽ അനുകമ്പ കാണിക്കുന്ന, ഒരു മനുഷ്യനോട് ഏറ്റവും സ്നേഹവും വാത്സല്യവും കാണിക്കുന്ന ഒരാൾ എന്ന നിലക്കാണ് പിതാവും അതേപോലെ തന്നെ പിതാമഹനുമൊക്കെ ആ ഒരു സ്ഥാനത്തേക്ക് കടന്നു വരുന്നത്. അതിനുശേഷമാണ് മക്കൾക്ക് അവകാശം അല്ലെങ്കിൽ മക്കൾക്ക് സ്ഥാനം വരുന്നത്. ആണാണ് മരിച്ചിട്ടുള്ളത് എങ്കിൽ ആൺമക്കളാണ് പിന്നീട് കുളിപ്പിക്കാൻ ഏറ്റവും അർഹതയുള്ളത്. അതും അവരും സന്നദ്ധരല്ലാത്ത അല്ലെങ്കിൽ അവർക്ക് കഴിയാത്ത ഒരവസ്ഥ വരുന്ന സമയത്ത് അതിന്റെ മയ്യത്തിനോട് ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർ കുളിപ്പിക്കണം. അതുമല്ലാത്ത ഒരു സന്ദർഭത്തിലാണെങ്കിൽ മറ്റു മുസ്ലിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കുളിപ്പിക്കൽ ഏറ്റെടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരു മയ്യത്ത് ആണാണ് എങ്കിൽ അയാളുടെ കുളിപ്പിക്കാനുള്ള അർഹത ഉള്ള ആളുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിർദ്ദേശം വെക്കുന്നു എന്ന് വെച്ചാൽ അത് പ്രത്യേകമായി എടുത്തു പറയാനുള്ള കാരണം, ഒരു മയ്യത്തിനോട് ഏറ്റവും അനുകമ്പ കാണിക്കേണ്ടുന്ന, കുളിപ്പിക്കുന്ന സമയത്ത്, തിരിച്ചു കിടത്തുന്ന സമയത്ത്, എഴുന്നേൽപ്പിച്ചിരിക്കുന്ന സമയത്ത് ഒക്കെ വളരെ ലോലമായി പെരുമാറേണ്ടുന്ന ഒരു സന്ദർഭമാണത്. പുറത്തുനിന്ന് ആരെങ്കിലും കൂലി കൊടുത്ത് ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഏൽപ്പിക്കുകയോ ആണ് എങ്കിൽ നമ്മുടെ മക്കളോട് നമ്മൾ കാണിക്കുന്ന ആ ഒരു രൂപത്തിലായിക്കൊള്ളണമെന്നില്ലല്ലോ പുറത്തുനിന്ന് ഒരാൾ കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തന്നെ അത് ചെയ്യാനാണ്
ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. എനിക്കറിയില്ല, എനിക്കത് പേടിയാണ് എന്നൊന്നും പറഞ്ഞ് നിൽക്കുക എന്ന് പറയുന്നത് ഒരു വാപ്പക്കോ വല്യപ്പക്കോ അല്ലെങ്കിൽ മക്കൾക്കോ ഒന്നും ചേർന്നതല്ല. ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സ്ത്രീയാണ് മരണപ്പെട്ടത് എങ്കിൽ ആ സ്ത്രീയെ കുളിപ്പിക്കാൻ ഏറ്റവും അർഹനായിട്ടുള്ള ആളാര് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസം. ഏറ്റവും അർഹത ഉള്ളത് മാതാവുണ്ടെങ്കിൽ മാതാവിന്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭർത്താവിന് എന്ന രൂപത്തിലാണ് പ്രധാനമായിട്ട് ഒരു ചർച്ച. ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞത് ഭർത്താവാണ് മറ്റുള്ളവരെക്കാൾ, അഥവാ മക്കളെക്കാളും അതേപോലെ തന്നെ പെൺമക്കളെക്കാളും അതേപോലെ തന്നെ ഉമ്മയെക്കാളും ഒക്കെ കൂടുതൽ അർഹതയുള്ളത്. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരം എന്നത് വളരെയേറെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഔറത്തുകളൊക്കെ മറച്ചു കൊണ്ട് നടന്നതാണ്. എന്നാൽ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ ഭർത്താവിന്റെ മുന്നിൽ മാത്രമേ, സ്വന്തം മക്കളുടെ മുന്നിലോ അല്ലെങ്കിൽ ഉമ്മയുടെ മുന്നിലോ താനൊരു പെണ്ണായി കഴിഞ്ഞതിനു ശേഷം അവരുടെ ശരീരം തുറന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ തന്റെ ഭർത്താവ് തന്നെയാകട്ടെ വേറൊരാൾ എന്റെ ശരീരം കാണാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല എന്നത് വളരെ ശ്രദ്ധ അർഹിക്കുന്ന ഒന്നാണ്. നമുക്ക് ഏറ്റവും അടിസ്ഥാനമായി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും കുളിപ്പിക്കാൻ പറ്റും എന്നതിൽ മുസ്ലിം സമൂഹത്തിൽ രണ്ടഭിപ്രായമില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനെയും കുളിപ്പിക്കാം, ഭർത്താവിന് ഭാര്യയെയും കുളിപ്പിക്കാൻ പറ്റും. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുളിപ്പിക്കാൻ പറ്റും. അങ്ങനെ സാധിക്കുമെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്, നമ്മുടെ ഭാര്യയാണ് മരിച്ചിട്ടുള്ളത് എങ്കിൽ നമ്മൾ തന്നെയല്ലേ. ഭർത്താവാണ് മരിച്ചിട്ടുള്ളത് എങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ എല്ലാ കാര്യങ്ങളും നമുക്കറിയുമെങ്കിൽ അത് അതിന്റെ ന്യൂനതകൾ പുറത്തൊരാൾ അറിയാതിരിക്കുക എന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ. അതുകൊണ്ട് അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഏറ്റെടുക്കേണ്ടവരാണ് നമ്മളൊക്കെ. അങ്ങനെ നമ്മളൊരു ധൈര്യം സംഭരിക്കാൻ വേണ്ടി കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ശ്രദ്ധിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു സന്ദർഭത്തിൽ പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച് കഴിഞ്ഞതിന് ശേഷം, നബിയെ മരിച്ചതിന് ശേഷം കുളിപ്പിക്കുകയും അതേപോലെ തന്നെ കഫൻ ചെയ്യുകയും ഒക്കെ ചെയ്തത് ഭാര്യമാരല്ലല്ലോ. എന്നിട്ട് അവർ പറയുകയാണ്, ലവിസ്തഖ്ബൽതു മിൻ അംരി മസ്തദ്ബർതു മാ ഗസ്സലഹു ഇല്ലാ നിസാഉ. എനിക്ക് ഇപ്പോൾ തോന്നുന്ന കാര്യമുണ്ടല്ലോ, പിന്നീട് എനിക്കുണ്ടായ, നബി മരിച്ചതിന് ശേഷം എനിക്കുണ്ടായ ഒരു തോന്നലും ഇപ്പോഴുള്ള ഒരു ബോധവുമൊക്കെ എനിക്ക് ആ നബി മരിച്ച സമയത്തുണ്ടായിരുന്നുവെങ്കിൽ നബിയെ അദ്ദേഹത്തിന്റെ ഭാര്യമാരല്ലാതെ വേറൊരാളും കുളിപ്പിക്കില്ലായിരുന്നു, ഞങ്ങൾ തന്നെ അത് ഏറ്റെടുക്കുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പിന്നീട് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊക്കെ നമ്മുടെ ഭർത്താക്കന്മാരെ കുളിപ്പിക്കാൻ വേണ്ടി തയ്യാറാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഭാര്യമാരെ കുളിപ്പിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യ തനിക്ക് മുമ്പ് മരണപ്പെടുകയാണ് എങ്കിൽ കുളിപ്പിക്കാൻ സന്നദ്ധനായിരുന്നു എന്ന് ഒരു സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസയിൽ പങ്കെടുത്ത് ബഖീയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ നല്ല തലവേദന കൊണ്ട് എന്റെ തല എന്ന് പറഞ്ഞ് വാ റഅസാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിലവിളിക്കുന്ന ഒരു സമയത്താണ് റസൂലുള്ള വീട്ടിലേക്ക് കയറി വന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെക്കാളും കൂടുതൽ തലവേദന എനിക്കുണ്ട്, ഞാനിപ്പോ അത്രയും വെയിലത്ത് നിന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോ എന്താ, ഈ ഇപ്പൊ അങ്ങനെയാണ്ട് മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു തമാശ രൂപത്തിൽ കൂടിയാണ് ആ പറയുന്നത്, ഈ പണ്ട് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ പ്രശ്നം, ഞാനല്ല എന്നെ കുളിപ്പിക്കുക, ഞാനല്ല എന്നെ കഫൻ ചെയ്യുക, ഞാനല്ല എന്നെ ഖബറിലേക്ക് ഇറക്കി വെക്കുകയും അതേപോലെ തന്നെ നിനക്ക് വേണ്ടി നമസ്കരിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാർ തനിക്ക് മുമ്പ് മരിക്കുകയാണ് എങ്കിൽ അവരെ കുളിപ്പിക്കാൻ സന്നദ്ധനായിരുന്നു എന്നാണല്ലോ. അതുകൊണ്ട് രണ്ടും ചെയ്യുന്നത് നല്ലത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, 7 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾ, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഉമ്മക്കും ഉപ്പക്കും കുളിപ്പിക്കാം. എന്നാൽ ഒരു പെൺകുട്ടിയാണ് മരിച്ചത്, 7 വയസ്സിന്റെ താഴെയുള്ള ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഉപ്പക്ക് കുളിപ്പിക്കാം. 7 വയസ്സായ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഉപ്പക്ക് ഒരിക്കലും കുളിപ്പിക്കാൻ പാടില്ല. അതേപോലെ തന്നെ 7 വയസ്സായ ഒരു ആൺകുട്ടിയാണ് എങ്കിൽ അവരെ ഉമ്മയും കുളിപ്പിക്കാൻ പാടില്ല.
കാരണം 7 വയസ്സ് മുതൽ ഒരാളുടെ ഔറത്ത് പരിഗണിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ്. നമ്മളും ഒരു 7 വയസ്സ് കഴിഞ്ഞൊരു കുട്ടി ഡ്രസ്സൊന്നും ഇടാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അയ്ബായി കാണും. എന്നാൽ ചെറിയൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അത്ര ഒരു അയ്ബായിട്ട് നമ്മൾ കാണൂല. എങ്കിലും നമ്മൾ മറക്കണം എന്നത് വളരെ പ്രധാനമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഒരു ഔറത്തായി പരിഗണിക്കുന്ന ഒരു പ്രായം എന്ന നിലക്കാണ് 7 വയസ്സ് പറയുന്നത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരു ഇബാദത്ത് എന്ന നിലക്ക്, ഇപ്പൊ മയ്യത്ത് കുളിപ്പിക്കൽ ഒരു ഇബാദത്താണല്ലോ, ഒരു ഇബാദത്ത് എന്ന നിലക്ക് ഇതൊരിക്കലും നമ്മൾ മറ്റ് സമൂഹത്തിൽപ്പെട്ട ഒരാളെ ഇതിനു വേണ്ടി ഏർപ്പെടുത്താൻ പാടില്ല. അവരെത്ര കഴിവുള്ളവരാണ് എങ്കിലും വേണമെങ്കിൽ അവരുടെ സഹായം സ്വീകരിക്കാം എന്നതിന്റെ അപ്പുറത്ത് നമ്മൾ കുളിപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു കർമ്മം നിർവഹിക്കേണ്ടുന്നത് അത് മുസ്ലിങ്ങൾ തന്നെയായിരിക്കണം. അതൊരു ഇബാദത്ത് എന്ന നിലക്ക് തന്നെ നമ്മൾ ഏറ്റെടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തെ കുളിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ കൂടിയിരിക്കുക എന്നുള്ളത് ശരിയല്ല. ആവശ്യമുള്ള ആളുകൾ മാത്രമാണ് അവിടേക്ക് പ്രവേശിക്കേണ്ടത്. ആവശ്യമില്ലാത്ത ആളുകൾ കയറുക, പോവുക, വീണ്ടും നോക്കുക, ഈ ഒരു പ്രവർത്തനം ഒരിക്കലും പാടുള്ളതല്ല. മറിച്ച് ആവശ്യമുള്ള ആളുകൾ മാത്രം. ഇപ്പോൾ 3 ആൾ ആവശ്യമാണെങ്കിൽ സാധാരണ നിലയ്ക്ക് 2-3 ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് കുളിപ്പിക്കാൻ പറ്റും. പിന്നെ നല്ല തടിയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്, നല്ല ശരീരം വെയിറ്റ് ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിവർത്താനും ഒന്ന് ഇരുത്താനും ഒക്കെ കുറച്ച് ചിലപ്പോൾ ഒരു 4 ആൾ വേണ്ടി വരും എന്ന് വെക്കാം. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിച്ചത് അലി റളിയല്ലാഹു അൻഹുവും അബ്ബാസ് റളിയല്ലാഹു അൻഹുവും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഫളല് റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മൗല, ഒരു മോചിപ്പിച്ച അടിമയായിട്ടുണ്ടായിരുന്ന സ്വാലിഹ് എന്ന് പറയുന്ന വ്യക്തി, ഇത്രയും 4 ആളുകൾ കൂടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിനെ കുളിപ്പിച്ചത് എന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത്തരം ക്ലാസ് സംഘടിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ചൊക്കെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു അറിവ് നമ്മൾ നേടേണ്ടതുണ്ട്. നമ്മൾ ആ സമയത്ത് എങ്ങനെയാണെന്നുള്ള ഒരാളോട് ചോദിച്ചറിഞ്ഞാൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുക. നമ്മളൊന്നും മനസ്സിലാക്കി വെക്കുക ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്. ഇതിനേക്കാൾ കൂടുതലൊന്നും ചെയ്യാനില്ല. ഒരു ധൈര്യം നമ്മുടെ മനസ്സിൽ നേരത്തെ നമ്മൾ സംഭരിച്ചു വെക്കണം. അറിവുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. അലി റളിയല്ലാഹു അൻഹു ആണല്ലോ കുളിപ്പിക്കലിന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹം ആ വിഷയത്തിൽ നല്ല അറിവുള്ള ആളായിരുന്നു. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിച്ചതിന് ശേഷം പറയുന്നത്, അസ്സൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഹബ്തു അൻദുറു മാ യകൂനു മിനൽ മയ്യിത്തി ഫലം അറ ഷൈഅൻ വകാന തയ്യിബൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യൻ വമയ്യിത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കുളിപ്പിച്ചപ്പോ പലപ്പോഴും പല മയ്യത്തുകളും കുളിപ്പിക്കുന്ന സമയത്ത് പല അയ്ബുകളും കാണാറുണ്ട്. അത് ഒരിക്കലും പുറത്തു പറയാൻ പാടില്ല. പക്ഷെ മയ്യത്ത് കുളിപ്പിക്കുന്നവൻ അറിയാമല്ലോ. അദ്ദേഹം പറയാണ്, ഞാൻ നോക്കി, പക്ഷേ എനിക്ക് പ്രവാചകന്റെ ശരീരത്തിൽ ഒരു അയ്ബ് കാണാൻ കഴിഞ്ഞില്ല. ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കിടക്കുമ്പോഴും ഏറ്റവും തയ്യിബായ അവസ്ഥയിലായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏറെ ഈ ഒരു സന്ദർഭത്തിൽ അവസാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മയ്യിത്ത് കുളിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്, ഏറെ പുണ്യമുള്ള ഒരു കർമ്മമാണ്. 2 കാര്യങ്ങളാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന രൂപത്തിലായിരിക്കണം എന്നതും, രണ്ടാമത്തത് അള്ളാന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം ഇത് ചെയ്യേണ്ടത് എന്നും. നമ്മുടെ നാട്ടിലൊക്കെ കുറെ ആളുകൾ മയ്യത്ത് കുളിപ്പിക്കുന്നവരെന്നും പറഞ്ഞുകൊണ്ട് കാശും വാങ്ങി ഇത് കുളിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇത് കാശ് വാങ്ങി നടത്തേണ്ടുന്ന ഒരു കാര്യമല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ റബ്ബിന് വേണ്ടി നമ്മൾ നിർവഹിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇനി ഒരാളും ഇല്ല എങ്കിൽ, ഇതും അറിയുന്ന ഒരാൾ കാശ് കൊടുത്തിട്ടേ ഇത് ചെയ്യുള്ളൂ എങ്കിൽ അയാളെ കൊണ്ട് ചെയ്യിക്കുന്നതിന് വിരോധമില്ല. എന്നാൽ ഇത് അങ്ങനെ നടത്തേണ്ടുന്ന ഒരു കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കലും മയ്യത്തിന്റെ ശരീരത്തിൽ നമ്മൾ കാണുന്ന ഒരു അയ്ബ്, ഒരു ന്യൂനത, അത് നമ്മൾ പുറത്തേക്ക് പറയാൻ പാടില്ല. ആ ന്യൂനത അദ്ദേഹം മറച്ചു വെച്ചിട്ടുണ്ട്. ഇനി ചിലപ്പോൾ മരണത്തോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ന്യൂനതയാണെങ്കിലും ആ ന്യൂനത ഒരിക്കലും നമ്മൾ പുറത്തേക്ക് പറയാൻ പാടില്ല എന്നത് വളരെ പ്രാധാന്യമുള്ള, മയ്യത്ത് കുളിപ്പിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്.
അതേപോലെ തന്നെ അതിന് പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിയോ എന്ന് ആഗ്രഹിക്കേണ്ടവനല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. ഒരു നല്ല നല്ല കാര്യം അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ എന്നതല്ല നോക്കേണ്ടത്. ഇപ്പൊ ദീന് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അതുകൊണ്ട് എനിക്കെന്താ കിട്ടുക എന്ന് പറയുന്നത് ആഗ്രഹിക്കാൻ എനിക്കൊരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ്. അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ബാങ്ക് വിളിക്കുന്നത്, അതേപോലെ തന്നെ നല്ല സൽക്കർമ്മങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിന്റെ പിന്നിൽ നമ്മൾ ഭൗതികമായ കൂലികളല്ല ലക്ഷ്യമാക്കേണ്ടുന്നത്, മറിച്ച് അള്ളാഹുവിന്റെ പ്രതിഫലമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഉമ്മത്തിന് ഉയർച്ചയും വളർച്ചയുമായിരിക്കും ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ബഷിർ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന് നീ സന്തോഷ വാർത്ത അറിയിക്കുക. ബിസ്സനാഇ വറിഫഅതി വന്നസ്ർ വത്തംകീനി ഫിൽ അർള്, ഭൂമിയിൽ അവർക്ക് നല്ല സ്വാധീനമുണ്ടാവുകയും അതേപോലെ തന്നെ ഉയർച്ചയും വളർച്ചയും സാമൂഹികമായി മുസ്ലിം സമൂഹത്തിന് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. എന്തിനാണ്? ഫമൻ ആമില മിൻഹും അമലൽ ആഖിറത്തി ലിദ്ദുനിയ, ദുനിയാവിന് വേണ്ടി ആഖിറത്തിന്റെ പ്രവർത്തനങ്ങളെ ഇബാദത്തായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടി ചെയ്താൽ ലം യകുൻ ലഹും ഫിൽ ആഖിറത്തി നസീബ്, ഒരു ആഖിറത്തിൽ അവർക്ക് ഒന്നും ഉണ്ടാവൂല എന്നവർ മനസ്സിലാക്കട്ടെ. അതുകൊണ്ട് ആഖിറത്തിലും ദുനിയാവിലും നമുക്ക് റബ്ബിന്റെ ഗുണങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി, ഈ സമൂഹത്തിന്റെ ഉന്നതി ലഭിക്കുന്നതിന് വേണ്ടി, റബ്ബിന്റെ തൗഫീഖ് ലഭിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ആ ഒരു അർത്ഥത്തിൽ തന്നെ നമ്മൾ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.